ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ള ടോപ്പിക്ക് ഡോപ്ലർ എഫക്റ്റ് എന്നുള്ളതാണ്. ലൈറ്റ് വേവ്സിൻ്റെ കേസിലും അതുപോലെ സൗണ്ട് വേവ്സിൻ്റെ കേസിലും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു ഫിനോമിനനാണ് ഡോപ്ലർ എഫക്റ്റ്. ഇവിടെ നമുക്ക് സൗണ്ടിൻ്റെ കേസിലുള്ള ഡോപ്ലർ എഫക്റ്റാണ് പഠിക്കാനുള്ളത്. അടുത്ത വർഷം ലൈറ്റിൻ്റെ ഡോപ്ലർ എഫക്റ്റും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് നോക്കാം. ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ, അതായത് ഇവിടെ ഒരു പോലീസ് വാൻ ഹൈ സ്പീഡിൽ മുന്നോട്ട് പോകുന്നു. ആ പോലീസ് വാനിൽ നിന്നൊരു സൈറൻ മുഴങ്ങുന്നുണ്ട്. ഈ സൈറൻ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട്, ഒരു പിച്ചുണ്ട്. ഈ പോലീസ് വാൻ മുന്നോട്ട് ഹൈ സ്പീഡിൽ പോകുമ്പോൾ ഈ കുട്ടിയുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുകയാണ് ഹൈ സ്പീഡിൽ. അപ്പോൾ ഇയാൾക്ക് ഈ സൈറൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ പിച്ച് വളരെ കൂടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. അതേസമയം ഈ കുട്ടിയിൽ നിന്ന് അകന്നു പോവുകയാണ് പോലീസ് വാൻ. അപ്പോൾ ഈ കുട്ടിക്ക് ഈ സൗണ്ടിൻ്റെ സൈറൻ്റെ പിച്ച് കുറയുന്നതായിട്ട്, ഫ്രീക്വൻസി കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുക. ഇനി ഈ പോലീസ് വാൻ നിർത്തിയിട്ടിരിക്കുകയും സൈറൻ കേൾക്കുകയും ചെയ്യുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ മറ്റൊരു വണ്ടിയിൽ, കാറിലൊക്കെ ഹൈ സ്പീഡിൽ ഈ സൈറൻ പുറപ്പെടുവിക്കുന്ന സോഴ്സിൻ്റെ അടുത്തേക്ക് ഹൈ സ്പീഡിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സൈറൻ്റെ പിച്ച് കൂടി കൂടി വരുന്നതായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ നമ്മൾ കാറിൽ ഈ സോഴ്സിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിലും നമുക്ക് ഈ പിച്ച് കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇനി രണ്ടു പേരും, അതായത് നമ്മൾ പോകുന്ന കാറും അതുപോലെ പോലീസ് വാനും, രണ്ടുപേരും മൂവ് ചെയ്യുകയാണെങ്കിലും ഈ പിച്ചിലുള്ള വേരിയേഷൻ അനുഭവപ്പെടും. പരസ്പരം അടുത്ത് വരുമ്പോൾ പിച്ച് കൂടുന്നതായിട്ടും പരസ്പരം അകന്നു പോകുമ്പോൾ പിച്ച് കുറയുന്നതായിട്ടും ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ സോഴ്സും അതുപോലെ തന്നെ ലിസണറും ഇവ തമ്മിലൊരു റിലേറ്റീവ് മോഷൻ ഉള്ളപ്പോൾ സോഴ്സിൽ നിന്ന് പുറപ്പെടുന്ന സൗണ്ടിൻ്റെ പിച്ചിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസിയിൽ ലിസണർക്ക് ഒരു വേരിയേഷൻ അനുഭവപ്പെടുന്നു. ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സൗണ്ടിൻ്റെ കേസിൽ സൗണ്ടിൻ്റെ പിച്ച് കൂടുന്നതായിട്ടോ കുറയുന്നതോ ആയിട്ട് ഫീൽ ചെയ്യുന്നു. പക്ഷെ ലൈറ്റിൻ്റെ കേസിലാണെങ്കിൽ ലൈറ്റിൻ്റെ കളറിലാണ് വേരിയേഷൻ അനുഭവപ്പെടുക. എക്സാമ്പിളായിട്ട് നിങ്ങൾ റെഡ് ഷിഫ്റ്റ്, ബ്ലൂ ഷിഫ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് റെഡ് ഷിഫ്റ്റും ബ്ലൂ ഷിഫ്റ്റും? നമ്മുടെ എർത്തിനടുത്തേക്ക് സ്റ്റാറുകൾ ഹൈ സ്പീഡിൽ അപ്രോച്ച് ചെയ്യുകയും അതുപോലെ അകന്നു പോവുകയൊക്കെ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു സ്റ്റാർ, അതിൻ്റെ ആക്ച്വൽ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് യെല്ലോ കളറിൻ്റെ ഫ്രീക്വൻസിയാണെന്ന് വിചാരിക്കുക. ഒരു സ്റ്റാർ എർത്തിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ ഈ സ്റ്റാർ പുറപ്പെടുവിക്കുന്ന ലൈറ്റിൻ്റെ കളറ് യെല്ലോ കളറാണെങ്കിൽ പോലും ആ കളറ് ഭൂമിയിൽ നിൽക്കുന്ന, എർത്തിൽ നിൽക്കുന്ന ഒരാളെ ഒബ്സർവ് ചെയ്യുമ്പോൾ റെഡ് കളറായിട്ട് അനുഭവപ്പെടുന്നു. അതേസമയം സ്റ്റാർ നമ്മുടെ അടുത്തേക്ക്, എർത്തിൻ്റെ അടുത്തേക്കാണ് ഹൈ സ്പീഡിൽ അപ്രോച്ച് ചെയ്ത് വരികയാണെങ്കിൽ യെല്ലോ കളറിലുള്ള ലൈറ്റ് നമ്മൾ കാണുമ്പോൾ നമുക്ക് ബ്ലൂ കളറായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ബ്ലൂ കളറാവുന്നു, ഫ്രീക്വൻസി കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നു. ഇതിനെയാണ് ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറയുക. നമ്മളിന്ന് അകന്നു പോകുമ്പോൾ ഫ്രീക്വൻസി കുറയുന്നതായിട്ട്, അതായത് യെല്ലോ റെഡായിട്ട് ഫീൽ ചെയ്യുന്നു. ആ ഒരു ഫിനോമിനെയാണ് റെഡ് ഷിഫ്റ്റ് എന്ന് പറയുക. അപ്പോൾ ലൈറ്റിൻ്റെ കേസിൽ ഇതുപോലെ കളറിലുള്ള വേരിയേഷനാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേസമയം സൗണ്ടിൻ്റെ കേസിൽ അത് പിച്ചിലുള്ള വേരിയേഷനായിട്ടാണ് അനുഭവപ്പെടുക. പിച്ച് വേരിയേഷൻ മീൻസ് ഫ്രീക്വൻസി വേരിയേഷൻ. പിച്ച് കൂടുമ്പോൾ ഫ്രീക്വൻസി കൂടുകയാണ് ചെയ്യുന്നത്, പിച്ച് താഴുമ്പോൾ ഫ്രീക്വൻസി കുറയുകയാണ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഡോപ്ലർ എഫക്റ്റ്. അത് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഡോപ്ലർ എഫക്റ്റ് ഇസ് ദ അപ്പാരൻറ്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ആസ് ഹേർഡ് ബൈ ദ ലിസണർ വെൻ ദർ ഈസ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ ലിസണർ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. സോഴ്സും ലിസണറും തമ്മിലൊരു ആപേക്ഷികമായ റിലേറ്റീവ് മോഷൻ ഉള്ളപ്പോൾ സോഴ്സിൽ നിന്ന് പുറപ്പെടുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി ലിസണർ കേൾക്കുമ്പോൾ ആ സൗണ്ടിലൊരു ചേഞ്ച്, ഒരു ആപേക്ഷികമായ വ്യത്യാസം ലിസണർക്ക് അനുഭവപ്പെടുന്ന ആ ഒരു എഫക്റ്റിനെയാണ്, ആ ഫിനോമിനെയാണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഡോപ്ലർ എഫക്റ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ആസ് ഹേർഡ് ബൈ ദ ലിസണർ when there is a relative motion between the source and the listener.
അപ്പോൾ ഇവിടെ സോഴ്സും ലിസണറും തമ്മിൽ റിലേറ്റീവ് മോഷനൊന്നും ഇല്ല എങ്കിൽ, അതായത് രണ്ടുപേരും റെസ്റ്റിലാണെങ്കിൽ സോഴ്സിൻ്റെ സൗണ്ട് തന്നെയാണ് കേൾക്കുന്നയാൾക്കും ഫീൽ ചെയ്യുന്ന സൗണ്ട്. അവ തമ്മിലൊരു റിലേറ്റീവ് മോഷൻ ഉള്ളപ്പോഴാണ് പിച്ചിൽ വേരിയേഷൻ അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഈ അടുത്ത ഫിഗറിലും ഇത് തന്നെയാണ് നമ്മൾ കാണുക. ഇപ്പോൾ ഇവിടെ ഒരു ആംബുലൻസ് ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ആംബുലൻസിൻ്റെ ആ ഒരു വിസിൽ സൗണ്ട് നമ്മുടെ അടുത്തേക്ക് ആംബുലൻസ് വരുമ്പോൾ നമുക്ക് കൂടുന്നതായിട്ട് തോന്നും, നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഫ്രീക്വൻസി കുറയുന്നതായിട്ട് തോന്നും. ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ ഇത് അടുത്തടുത്ത് വരുന്നതായിട്ട് കാണിച്ചിരിക്കുക. വേവ് ലെങ്ത് കുറയുന്നു, ഫ്രീക്വൻസി കൂടുന്നു. നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ വേവ് ലെങ്ത് കൂടുന്നു, ഫ്രീക്വൻസി കുറയുന്നു. അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാകുക. അടുത്തേക്ക് വരുമ്പോൾ വേവ് ലെങ്ത് കുറയുന്നു, ഫ്രീക്വൻസി കൂടുന്നു. അകലേക്ക് പോകുമ്പോൾ വേവ് ലെങ്ത് കൂടി വരുന്നു, ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നു. അടുത്തതായിട്ട് നമുക്ക് ഈ ലിസണർക്ക് അനുഭവപ്പെടുന്ന ഫ്രീക്വൻസി, അതിനെ നമ്മൾ അപ്പാരൻറ്റ് ഫ്രീക്വൻസി എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ അപ്പാരൻറ്റ് ഫ്രീക്വൻസിക്കുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. അതിന് വേണ്ടിയിട്ട് ലെറ്റ് us കൺസിഡർ എ സോഴ്സ് which produces a sound of wavelength lambda and frequency nu and velocity v. ഇപ്പോൾ v വെലോസിറ്റി ഉള്ള ന്യൂ ഫ്രീക്വൻസി ഉള്ള ലാംഡ വേവ് ലെങ്തിലുള്ള ഒരു സൗണ്ട് ആണ് ഈ സോഴ്സ് പുറപ്പെടുവിക്കുന്നതെന്ന് വിചാരിക്കുക. സോഴ്സ് റെസ്റ്റിലായിരിക്കുമ്പോൾ അതിൽ നിന്ന് പുറപ്പെടുന്ന സൗണ്ടിൻ്റെ വേവ് ലെങ്തും ഫ്രീക്വൻസിയും ഒക്കെയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുക. ഇനി ഈ വേവ് ലെങ്തും ഫ്രീക്വൻസിയും ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ എന്താ? v = ന്യൂ ലാംഡ എന്നാണ്. വെലോസിറ്റി = ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. അതാണ് അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇതിൽ നിന്ന് നമുക്ക് വേവ് ലെങ്ത് കാണണമെങ്കിൽ വേവ് ലെങ്ത് ലാംഡ = v/ന്യൂ എന്നെഴുതാം. അതുപോലെ ഫ്രീക്വൻസിയാണ് കാണേണ്ടതെങ്കിൽ ഫ്രീക്വൻസി ന്യൂ = v/ലാംഡ. ഇതാണ് ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്സ്. ഇവ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇതുപയോഗിച്ചാണ് നമ്മൾ ഇനി ലിസണറും സോഴ്സും ഒക്കെ മൂവ് ചെയ്യുന്ന കേസിൽ ഫ്രീക്വൻസിക്കും വേവ് ലെങ്ത്തിനുമുള്ള ഇക്വേഷനൊക്കെ എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു സൗണ്ടും പുറപ്പെടുവിക്കുന്ന സോഴ്സും ലിസണറും റെസ്റ്റിലായിരിക്കുമ്പോൾ ഉള്ള വെലോസിറ്റിക്കും വേവ് ലെങ്ത്തിനും ഒക്കെയുള്ള ഇക്വേഷൻസാണ് ഇവിടെ തന്നിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടുപേരും റെസ്റ്റിലാണെങ്കിൽ വേവ് ലെങ്ത്തിലോ ഫ്രീക്വൻസിയിലോ ഒന്നും യാതൊരു വ്യത്യാസവും ലിസണർക്കും ഫീൽ ചെയ്യുന്നില്ല. സോഴ്സ് പുറപ്പെടുവിക്കുന്ന അതേ വേവ് ലെങ്ത്തിൽ അതേ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് തന്നെയാണ് ലിസണർക്കും അനുഭവപ്പെടുക, കേൾക്കുന്നത്. പക്ഷേ നമ്മളിനി ഈ സോഴ്സ് മൂവ് ചെയ്യുന്ന ഒരു കേസ് കൺസിഡർ ചെയ്യാം. ഈ സോഴ്സ് ഒരു വെലോസിറ്റിയോടുകൂടി vs എന്നൊരു വെലോസിറ്റിയോടുകൂടി ലിസണറുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കരുതുക. അപ്പോൾ ലിസണർ റെസ്റ്റിലാണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് സങ്കല്പിക്കാം. അങ്ങനെ റെസ്റ്റിലായിരിക്കുന്ന ലിസണറുടെ അടുത്തേക്ക് vs വെലോസിറ്റിയോടുകൂടി ഈ സൗണ്ട് പുറപ്പെടുവിക്കുന്ന സോഴ്സ് മൂവ് ചെയ്യുന്നതായിട്ട് കരുതുക. അപ്പോൾ ഈ മൂവ് ചെയ്യുന്ന സോഴ്സിൽ നിന്ന് പുറപ്പെടുന്ന സൗണ്ടിൻ്റെ അനുഭവം എന്തായിരിക്കും? നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ഈ സൗണ്ടിൻ്റെ വെലോസിറ്റി ഒരു 340 മീറ്റർ/സെക്കൻഡ് ആണ് എന്ന് വിചാരിക്കാം. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഒരു സെക്കൻഡിൽ അത് 340 മീറ്റർ ട്രാവൽ ചെയ്യും. അപ്പോൾ സോഴ്സ് റെസ്റ്റിലായിരുന്നെങ്കിൽ ആ റെസ്റ്റിലായിരുന്ന സോഴ്സിൽ നിന്ന് ഒരു സൗണ്ട് പുറപ്പെട്ട് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അത് എത്ര ദൂരം ട്രാവൽ ചെയ്യും? 340 മീറ്റർ, 340 മീറ്റർ ട്രാവൽ ചെയ്യും അല്ലേ? അപ്പോൾ സോഴ്സും ഇപ്പോൾ ഒരു സെക്കൻഡ് കഴിഞ്ഞ് സൗണ്ടും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് 340 മീറ്റർ ആകേണ്ടതാണ്. പക്ഷേ നമ്മുടെ സോഴ്സ് ഒരു 40 മീറ്റർ/സെക്കൻഡ് സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ അത് 40 മീറ്റർ കവർ ചെയ്യും. ആ മൂവ് ചെയ്തുകൊണ്ടിരുന്ന സോഴ്സിൽ നിന്നാണ് ഈ സൗണ്ട് പുറപ്പെട്ടതെങ്കിൽ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള അവസ്ഥ എന്താ? ഒരു സെക്കൻഡ് കഴിയുമ്പോൾ സോഴ്സ്, അതായത് കാറ് അല്ലെ പോലീസ് വാൻ എത്ര ദൂരം ട്രാവൽ ചെയ്തു? 40 മീറ്റർ ട്രാവൽ ചെയ്തു. അതുപോലെ തന്നെ സൗണ്ട് 340 മീറ്ററും ട്രാവൽ ചെയ്തു. പക്ഷേ ഈ സോഴ്സും സൗണ്ടും തമ്മിൽ ഒരു സെക്കൻഡ് കഴിയുമ്പോഴുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അത് 340ൽ നിന്ന് 40 മൈനസ് ചെയ്യുന്നല്ലേ, 300 ഉള്ളൂ അല്ലേ? അപ്പോൾ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ സൗണ്ട് സോഴ്സിൽ നിന്ന് എത്ര ദൂരത്തെ ആയിട്ടുള്ളൂ? 300 മീറ്ററേ ആയിട്ടുള്ളൂ. അതേസമയം സോഴ്സ് റെസ്റ്റിലായിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ 340 മീറ്റർ അകലത്തിൽ എത്തേണ്ടതായിരുന്നു.
ആ ഒരു ഒരു പ്രത്യേകത, അതായത് സൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം സോഴ്സുമായിട്ടുള്ള ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് കുറയുന്നതായിട്ട് തോന്നുന്നു. അതായത് റെസ്റ്റിലായിരുന്ന സോഴ്സിൽ നിന്നാണെങ്കിൽ 1 സെക്കൻഡ് കഴിയുമ്പോൾ അത് 340 മീറ്റർ അകലത്തിലെത്തും. പക്ഷെ 40 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു സോഴ്സിൽ നിന്ന് അത് പുറപ്പെടുമ്പോൾ 1 സെക്കൻഡ് കഴിയുമ്പോൾ ആ സെയിം സൗണ്ടിന് 300 മീറ്റർ സോഴ്സിൽ നിന്ന് അകലത്തിലെത്താൻ പറ്റുന്നുള്ളൂ. യഥാർത്ഥത്തിൽ അത് 340 മീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ സൗണ്ടിൻ്റെ വെലോസിറ്റിയിൽ സ്പീഡിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. പക്ഷെ സോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കുറയുന്നതായിട്ട് സൗണ്ടിന് എന്ത് ചെയ്യുന്നു, ഫീൽ ചെയ്യുന്നു. സോഴ്സുമായിട്ടുള്ള ഡിസ്റ്റൻസ് 1 സെക്കൻഡിൽ 300 മീറ്ററേ ആകുന്നുള്ളൂ. അതിന് കാരണം അതിൻ്റെ സ്പീഡ് കുറയുന്നതായിട്ട് സൗണ്ടിന് ഫീൽ ചെയ്യാം. ഈ ഒരു അവസ്ഥ, ആ ഒരു കൺസെപ്റ്റ്, അതിനെയാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ മൂവ് ചെയ്യുന്ന സോഴ്സിൽ നിന്ന് പുറപ്പെടുന്ന സൗണ്ടിൻ്റെ റിലേറ്റീവ് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ, നമുക്ക് റിലേറ്റീവ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഈസ് വി എ മൈനസ് വി ബി എന്ന്. ആ സെയിം ഇക്വേഷൻ നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ മൂവിങ് സോഴ്സ് ക്യാൻ ബി റിട്ടൺ ആസ് വി മൈനസ് വി എസ്, അതായത് വെലോസിറ്റി ഓഫ് സൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ദ സോഴ്സ്, വി മൈനസ് വി എസ്. അപ്പോൾ ഈ ഒരു സ്പീഡിലാണ് സൗണ്ട് മൂവ് ചെയ്യുന്നതായിട്ട് സൗണ്ടിന് ഫീൽ ചെയ്യുന്നത്. ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ ഈ ഒരു വെലോസിറ്റിയോടുകൂടി സൗണ്ട് മൂവ് ചെയ്യുന്നതായിട്ട് സൗണ്ടിന് ഫീൽ ചെയ്യുമ്പോൾ ഈ സൗണ്ടിൻ്റെ വേവ് ലെങ്ത് കുറയുന്നത് പോലെയാണ് സൗണ്ടിന് ഫീൽ ചെയ്യുന്നത്. കണ്ടോ, ഈ സോഴ്സിൽ ഇങ്ങനെ ഹൈ സ്പീഡിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ മൂവ് ചെയ്യുന്ന സോഴ്സിൽ നിന്ന് പുറപ്പെടുന്ന സൗണ്ടിൻ്റെ വെലോസിറ്റി കുറയുന്നതായിട്ടും അതുപോലെ തന്നെ വേവ് ലെങ്ത് കുറയുന്നതായിട്ടും ആർക്ക് ഫീൽ ചെയ്യുന്നു, സൗണ്ടിന് ഫീൽ ചെയ്യുന്നു. ആ വേവ് ലെങ്തിനെയാണ് നമ്മൾ അപ്പാരൻറ്റ് വേവ് ലെങ്ത് ഓഫ് സൗണ്ട് എന്ന് പറയുക. അപ്പോൾ അപ്പാരൻറ്റ് വേവ് ലെങ്ത് ഓഫ് സൗണ്ട് കാണാനായിട്ട് അതിന് നമുക്ക് ലാംഡ ഡാഷ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു, ലാംഡയ്ക്ക് വെലോസിറ്റിയുടെ ടേംസിലുള്ള ഇക്വേഷൻ ഇവിടെയുണ്ട്, ലാംഡ ഈക്വൽ ടു വി ബൈ ന്യൂ എന്നാണ്. പക്ഷെ ഇവിടെ സോഴ്സ് മൂവ് ചെയ്യുന്നത് കൊണ്ട് റിലേറ്റീവ് വെലോസിറ്റിയാണ് ഫീൽ ചെയ്യുന്ന വെലോസിറ്റി, അത് വി മൈനസ് വി എസ് ആണ്. അപ്പോൾ അപ്പാരൻറ്റ് വേവ് ലെങ്ത് കാണാനായിട്ട് നമ്മൾ വിക്ക് പകരം വി മൈനസ് വി എസ് എന്നുള്ള ഇക്വേഷൻ എടുക്കണം. അപ്പോൾ സോഴ്സിൻ്റെ ചലനം മൂലം സൗണ്ടിൻ്റെ വേവ് ലെങ്ത്തിൽ അനുഭവപ്പെടുന്ന വേരിയേഷൻ, അത് തന്നെയാണ് നമ്മൾ അപ്പാരൻറ്റ് വേവ് ലെങ്ത് എന്ന് പറയുക. ഈ വേവ് ലെങ്ത്തിനുള്ള ഇക്വേഷൻ നമുക്ക് ലാംഡ ഡാഷ് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ബൈ ഫ്രീക്വൻസി, റിലേറ്റീവ് വെലോസിറ്റിയുടെ ഇക്വേഷൻ വി മൈനസ് വി എസ് ബൈ ന്യൂ എന്ന് എഴുതാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ സൗണ്ടിൻ്റെ വേവ് ലെങ്ത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല, പക്ഷേ സൗണ്ടിന് വേവ് ലെങ്ത്ത് കുറയുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. ആ വേവ് ലെങ്ത്തിനെയാണ്, ഫീൽ ചെയ്യുന്ന വേവ് ലെങ്ത്തിനെയാണ് നമ്മൾ അപ്പാരൻറ്റ് വേവ് ലെങ്ത് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ലാംഡ ഡാഷ് വെലോസിറ്റിയോട് കൂടിയാണ് ഇപ്പോൾ സൗണ്ട് മൂവ് ചെയ്യുന്നതായിട്ട് സൗണ്ടിനെ ഫീൽ ചെയ്യുന്നത്. വേവ് ലെങ്ത്തോടുകൂടി. അപ്പോൾ ഈ ഒരു വേവ് ലെങ്ത്തിലൂടെ ഇനി സൗണ്ട് മൂവ് ചെയ്യുമ്പോൾ അത് ലിസണറുടെ അടുത്തേക്കാണ് മൂവ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ലിസണർ റെസ്റ്റിലാണെങ്കിൽ ലിസണറിൻ്റെക്ക് ഈ ഒരു വേവ് ലെങ്ത്തോടെ വി മൈനസ് വി എസ് എന്ന വെലോസിറ്റിയോടെയൊക്കെ എത്തുന്നതായിട്ട് സൗണ്ടിന് ഫീൽ ചെയ്യുന്നു. പക്ഷേ ലിസണറും ഇനി മൂവ് ചെയ്യുന്ന ഒരവസ്ഥയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ നമുക്ക് ഇനി സൗണ്ടും ലിസണറും മാത്രം എടുത്തു നോക്കാം. സൗണ്ട് വി വെലോസിറ്റിയോടുകൂടി റെസ്റ്റിലായിരിക്കുന്ന ഒരു ലിസണറുടെ അടുത്തേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ലിസണറിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 340 മീറ്റർ എന്ന് വിചാരിക്കാം. അതായത് സൗണ്ട് പുറപ്പെട്ടു 1 സെക്കൻഡ് കഴിയുമ്പോൾ ലിസണറിലേക്ക് എത്തേണ്ടതായിരുന്നു. 1 സെക്കൻഡ് കഴിയുമ്പോൾ 340 മീറ്റർ കവർ ചെയ്ത് ലിസണറിലേക്ക് എത്താം എന്നുള്ള ഒരവസ്ഥയിലായിരുന്നു. പക്ഷേ സൗണ്ട് പുറപ്പെട്ടപ്പോൾ തന്നെ ലിസണറും മൂവ് ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിച്ച്, അപ്പോൾ ലിസണറുടെ സ്പീഡ് ഒരു 60 മീറ്റർ പെർ സെക്കൻഡാണെന്ന് വിചാരിക്കുക. ലിസണർ മുന്നോട്ട് പോകുന്നു, സോഴ്സിൽ നിന്ന് അകന്നു പോകുന്നു ഒരു 60 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡോടുകൂടി. അപ്പോൾ സൗണ്ട് ലിസണർ റെസ്റ്റിലായിരുന്നെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് ഈ 340 മീറ്റർ കവർ ചെയ്ത് ലിസണറുടെ അടുത്തേക്ക് എത്തേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ലിസണർ 60 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് കഴിയുമ്പോഴേക്കും അത് 60 മീറ്റർ കവർ ചെയ്യും, അല്ലേ? അപ്പോൾ 1 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഈ
സൗണ്ട് പുറപ്പെട്ടെടുത്തുനിന്ന് ലിസണർ ഇപ്പം എത്തുന്ന സ്ഥലത്തേക്ക് ഒരു 400 മീറ്റർ ദൂരം വരും. പക്ഷെ സൗണ്ടിന് അത്രയും സ്പീഡില്ല. സൗണ്ടിൻ്റെ സ്പീഡ് 340 ഉള്ളൂ. അപ്പോൾ 1 സെക്കൻഡ് കഴിയുമ്പോൾ 340 എത്തുള്ളൂ. ഇപ്പോഴും സൗണ്ടും ലിസണറും തമ്മിൽ 60 മീറ്റർ എന്നുള്ളൊരു ഡിസ്റ്റൻസ് മിച്ചം കിടക്കുക. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ സൗണ്ടിന് വീണ്ടും അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യുന്നതായിട്ട് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ലിസണർ VL വെലോസിറ്റിയോടെ മൂവ് ചെയ്യുമ്പോൾ ലിസണറിനെ അപേക്ഷിച്ച് സൗണ്ടിനിപ്പോൾ എത്ര വെലോസിറ്റിയേ ഉള്ളൂ? V-VL എന്നൊരു വെലോസിറ്റി ഉള്ളൂ. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ ലിസണർ വിൽ ബി V-VL. അപ്പോൾ നമുക്ക് ഈ രണ്ടും കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് ചിന്തിക്കാം. അതായത് സോഴ്സ് മൂവ് ചെയ്തതുകൊണ്ട് അതിൻ്റെ സൗണ്ടിൻ്റെ സ്പീഡ് കുറഞ്ഞതുപോലെ ഫീൽ ചെയ്തു, അതുമൂലം വേവ് ലെങ്ത് കുറഞ്ഞതുപോലെ സൗണ്ടിന് ഫീൽ ചെയ്തു. അപ്പോൾ λ' എന്ന കുറഞ്ഞ വേവ് ലെങ്ത്തോടു കൂടിയാണ് ലിസണറിലേക്ക് വരിക. അപ്പോൾ ലിസണർ മൂവ് ചെയ്യുമ്പോൾ ലിസണർ മുന്നോട്ട് പോകുന്നത് കൊണ്ട് സൗണ്ടിന് വീണ്ടും ലിസണറിനെ അപേക്ഷിച്ച് അതിൻ്റെ സ്പീഡ് കുറഞ്ഞതുപോലെ ഫീൽ ചെയ്തു. അത് V-VL എന്ന സ്പീഡിലാണ് ഇപ്പോൾ ലിസണറെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ V-VL എന്നുള്ള സ്പീഡിൽ λ' വേവ് ലെങ്തിലുള്ള സൗണ്ട് ലിസണറിലേക്ക് എത്തുമ്പോൾ ലിസണർക്ക് അനുഭവപ്പെടുന്ന സൗണ്ടിൻ്റെ ഒരു ഫ്രീക്വൻസി, അത് നമുക്ക് ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു V/λ എന്നുള്ള ഇക്വേഷൻ, അതിൽ വിക്ക് പകരം ലിസണറെ അപേക്ഷിച്ചുള്ള റിലേറ്റീവ് വെലോസിറ്റി എടുക്കണം, V-VL ബൈ ലാംഡയ്ക്ക് പകരം നമ്മൾ മൂവ് ചെയ്യുന്ന സോഴ്സിൽ നിന്ന് പുറപ്പെടുന്ന സൗണ്ടിൻ്റെ വേവ് ലെങ്ത്, അപ്പാരൻ വേവ് ലെങ്ത് λ' എടുക്കുക. ഇപ്പോൾ നമുക്ക് ലിസണർക്ക് അനുഭവപ്പെടുന്ന ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ കിട്ടും. ഇപ്പോൾ V-VL ബൈ λ', വേർ λ' ഈസ് ഈക്വൽ ടു V-VS ബൈ ന്യൂ. അപ്പോൾ λ' പകരം V-VS ബൈ ന്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ഫോർ ദ അപ്പാരൻ ഫ്രീക്വൻസി ആസ് ന്യൂ' ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു ഈ ന്യൂ മുകളിലേക്ക് വരും, റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്പിൾ ആകുമ്പോൾ ന്യൂ ഇൻറ്റു V-VL ബൈ V-VS. ഇതാണ് അപ്പാരൻ ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷനായിട്ട് കിട്ടുക. ഈ ഒരു ഡെറിവേഷൻ നിങ്ങൾ എഴുതി പഠിക്കണം. അതിൻ്റെ കാര്യങ്ങൾ സ്റ്റെപ്പ് മനസ്സിലാക്കി പഠിക്കുക. ഇക്വേഷൻ കാണാണ്ട് പഠിക്കണം. ഇതുപയോഗിച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഇനി ഇതിൻ്റെ കുറേ സ്പെഷ്യൽ കേസസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് ലിസണർ റെസ്റ്റിലാകാം, സോഴ്സ് റെസ്റ്റിലാകാം, ലിസണറും സോഴ്സും മൂവ് ചെയ്യുന്നുണ്ടാകാം, ലിസണറുടെ സോഴ്സിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ടാകാം, സോഴ്സ് ലിസണറുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ പല പല കേസുകളുണ്ട്. ഓരോ കേസിലും നമുക്ക് ഓരോ ഇക്വേഷൻസ് കിട്ടും. അപ്പോൾ നമ്മൾ അതെല്ലാം കാണാണ്ട് പഠിക്കണം എന്നില്ല. ഈ ഒരു ജനറൽ ഇക്വേഷൻ കാണാണ്ട് പഠിക്കുക. പിന്നെ പ്രോബ്ലംസോ അല്ലെങ്കിൽ സ്പെഷ്യൽ കേസസോ ചോദിക്കുമ്പോൾ VLൻ്റെയും VSൻ്റെയും ഒക്കെ ഡയറക്ഷൻ നോക്കിയിട്ട്, VL മൈനസ്ന്നോ പ്ലസ്ന്നോ ആകാം, അതുപോലെ VS നെഗറ്റീവോ പോസിറ്റീവോ ആകാം. അത് ഡയറക്ഷൻ നോക്കിയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ആ ഡയറക്ഷൻ നോക്കി പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് ഉള്ളതിനനുസരിച്ച് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാകും. പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ, ഈ ജനറൽ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് VLും VSും നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ എടുത്ത് കൊടുക്കുക, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേഷൻ ചെയ്താൽ മതി. ഇനി എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നത് സൗണ്ട് മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ്. സൗണ്ട് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ പോസിറ്റീവ് ഡയറക്ഷനായിട്ട് എടുക്കുക. അപ്പോൾ സോഴ്സിൽ നിന്ന് സൗണ്ട് പുറപ്പെട്ടു, അത് ലിസണറിലേക്ക് എത്തണം അല്ലേ. അപ്പോൾ സൗണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സോഴ്സ് ടു ലിസണർ എന്നുള്ള ഡയറക്ഷനാണ്. സോഴ്സ് ടു ലിസണർ എന്നുള്ള അല്ലെ സൗണ്ടിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുക്കുക. ആ ഡയറക്ഷനിലുള്ള മോഷനെല്ലാം എടുക്കുമ്പോൾ അത് പോസിറ്റീവ് വാല്യൂസായിട്ടും അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന വെലോസിറ്റികളുടെ ഡയറക്ഷൻ നെഗറ്റീവായിട്ടും എടുത്താൽ മതി പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയറായിട്ട് മനസ്സിലായിക്കോളും. സ്പെഷ്യൽ ഇക്വേഷൻസ് ഓരോന്നും എഴുതി പഠിക്കണം എന്നില്ല, പക്ഷേ ടെക്സ്റ്റിലുണ്ട്. പറ്റുന്നവർ അതൊന്ന് നോക്കി മനസ്സിലാക്കിയാൽ മതി. സ്പെഷ്യൽ കേസുകളിൽ വരുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ആ കേസിൽ VLും VSും മൈനസ് ആണോ പ്ലസ് ആണോ എന്ന് നോക്കിയിട്ട് ആ സൈൻ കൊടുത്താൽ ആ സ്പെഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് ടെക്സ്റ്റ് വെച്ച് നോക്കി മനസ്സിലാക്കാം. നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇപ്പോൾ റെയിൽവേ എൻജിൻ ബ്ലൗവിങ് എ വിസിൽ ഓഫ് ഫ്രീക്വൻസി 636 Hz approaches a person standing on a railway platform with a velocity 108 km/h. Calculate the apparent frequency of the whistle as heard by the person.
വെലോസിറ്റി ഓഫ് സൗണ്ട് തന്നിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. റെയിൽവേ എഞ്ചിൻ ഈസ് ബ്ലൗയിങ് എ ഫ്രീക്വൻസി 636 ഹേർട്സ്. ഈ ഒരു ഫ്രീക്വൻസിയിലാണ് വിസിലിൻ്റെ ഫ്രീക്വൻസി. ഇറ്റ് അപ്രോച്ചസ് എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദ റെയിൽവേ പ്ലാറ്റ്ഫോം. അപ്പോൾ ഇവിടെ പേഴ്സൺ എന്ന് പറയുന്നത് ലിസണറാണ്. അയാൾ സ്റ്റാൻഡിങ് എന്നാണ് പറഞ്ഞിരിക്കുക, റെസ്റ്റിലാണ്, അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അയാളുടെ വെലോസിറ്റി നമുക്ക് 0 എന്ന് എടുക്കാം. അപ്പോൾ ലിസണറുടെ വെലോസിറ്റി ഇവിടെ 0 ആണ്, VL 0 ആണ്. എൻജിനാണ് ഈ പേഴ്സണെ അപ്രോച്ച് ചെയ്യുന്നത്, അതായത് സൗണ്ട് പുറപ്പെടുന്ന എൻജിൻ, അത് സോഴ്സാണ്. അപ്പോൾ ആ സോഴ്സാണ് ലിസണറുടെ അടുത്തേക്ക് 108 km/h എന്നുള്ള സ്പീഡിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സോഴ്സിൻ്റെ വെലോസിറ്റിയാണ് 108 km/h. അപ്പോൾ ഇവിടെ സോഴ്സ് ലിസണറുടെ അടുത്തേക്കാണ് വരിക, സൗണ്ട് ലിസണറുടെ അടുത്തേക്കാണ് വരിക. അപ്പോൾ സോഴ്സിൽ നിന്ന് ലിസണറിലേക്കുള്ള ഡയറക്ഷനാണ് പോസിറ്റീവ് ഡയറക്ഷൻ. ഇപ്പോൾ സോഴ്സ് ലിസണറുടെ അടുത്തേക്ക് എത്തുന്നത് കൊണ്ട് സോഴ്സിൻ്റെ വെലോസിറ്റി നമുക്ക് പോസിറ്റീവ് എന്ന് തന്നെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ വെലോസിറ്റി 108 km/h, അത് പോസിറ്റീവ് വാല്യൂ ആണ്. ഇനി അതിനെ മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. 108 × 5/18 = 30 m/s. ഇതാണ് സൗണ്ടിൻ്റെ വെലോസിറ്റി. അതുപോലെ സോഴ്സിൻ്റെ വെലോസിറ്റി. ഇനി സൗണ്ടിൻ്റെ വെലോസിറ്റി എത്രയാണ്? 348 m/s. ഇനി ഇതിൻ്റെ ഫ്രീക്വൻസി ന്യൂ എന്ന സിമ്പിളാണ്. ന്യൂവിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ വരുന്നതുകൊണ്ടാണ് ഇവിടെ N വന്ന് കിടക്കുന്നത്. നിങ്ങൾ ന്യൂ എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇപ്പം ന്യൂ = 636 ഹേർട്സ്. ലിസണർ റെസ്റ്റിലാണെന്ന് ആദ്യമേ പറഞ്ഞു. അപ്പോൾ VLൻ്റെ വാല്യൂ 0. ഇനി നമുക്ക് അപ്പാരൻറ്റ് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പാരൻറ്റ് ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ ന്യൂ ഡാഷ് = ന്യൂ × V - VL / V - VS. ഇനി വാല്യൂസ് കൊടുക്കുക. ന്യൂവിന് പകരം 636 ഇൻറ്റു സൗണ്ടിൻ്റെ വെലോസിറ്റി 348 മൈനസ് ലിസണർ 0 ബൈ സൗണ്ടിൻ്റെ വെലോസിറ്റി 348 മൈനസ് VSൻ്റെ വെലോസിറ്റി 30. 348 മൈനസ് 30. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 696 ഹേർട്സ് എന്നാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാം ലിസണർ റെസ്റ്റിലായിരുന്നു. ലിസണറുടെ അടുത്തേക്കാണ് എൻജിൻ മൂവ് ചെയ്ത് വന്നത്. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്നതായിട്ടാണ് ഫീൽ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റിയത് 636 എന്നുള്ള 696 ആയിട്ടാണ് അയാൾക്ക് ഫീൽ ചെയ്യുന്നത്. സോ ദർ ഈസ് എ ചേഞ്ച് ഓർ ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി സിൻസ് ദ സോഴ്സ് ഈസ് മൂവിങ് ടു ദ ലിസണർ വിത്ത് എ ഹൈ വെലോസിറ്റി. മനസ്സിലായല്ലോ? അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, എ കാർ ഈസ് സൗണ്ടിങ് ഇറ്റ്സ് ഓൺ ഓഫ് ഫ്രീക്വൻസി 740 ഹേർട്സ് മൂവിങ് എവേ വിത്ത് എ വെലോസിറ്റി 72 km/h from a person standing by the side of the road. Find the apparent pitch of the horn as heard by the person. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ, കാറിൻ്റെ ഓണിൻ്റെ ഫ്രീക്വൻസി 740 ഹെർട്സ് ആണ്. ഇറ്റ് ഈസ് മൂവിങ് എവേ എന്നാണ് പറഞ്ഞിരിക്കുക. ഫ്രം എ പേഴ്സൺ സ്റ്റാൻഡിങ് ബൈ ദ സൈഡ് ഓഫ് ദ റോഡ്. അപ്പോൾ ഇവിടെയും പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് ബൈ ദ സൈഡ് ഓഫ് ദ റോഡ്. സോ ദ ലിസണർ ഈസ് അറ്റ് റെസ്റ്റ്. സോ വി ക്യാൻ ടേക്ക് VL = 0. ആൻഡ് നമ്മൾ കണ്ടു കാർ ഈസ് മൂവിങ് എവേ വിത്ത് എ വെലോസിറ്റി 72 km/h എന്നാണ് പറഞ്ഞിരിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞു സൗണ്ടിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ സോഴ്സിൽ നിന്ന് ലിസണറിലേക്കുള്ള ഡയറക്ഷനാണ് പോസിറ്റീവ് ഡയറക്ഷൻ. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതെല്ലാം നെഗറ്റീവായിട്ട് എടുക്കണം. ഇപ്പോൾ ഇവിടെ സോഴ്സിൽ നിന്ന് ലിസണറിലേക്കുള്ള ഡയറക്ഷൻ പോസിറ്റീവാണ്. പക്ഷേ നമ്മുടെ സോഴ്സ് മൂവിങ് എവേ ഫ്രം ദ ലിസണറാണ്. അപ്പോൾ ലിസണറിൽ നിന്ന് അകന്നു പോകുന്ന കേസിൽ അതിൻ്റെ സോഴ്സിൻ്റെ വെലോസിറ്റി നെഗറ്റീവായിട്ട് എടുക്കണം. ഇപ്പോൾ ലിസണർ ഇവിടെയാണെന്ന് വിചാരിക്കുക. ഈ സോഴ്സ് ഇങ്ങോട്ടാണ് പോകുന്നത്. സൗണ്ട് സോഴ്സിൽ നിന്ന് ലിസണറിലേക്ക് ഇങ്ങനെയാണ് എത്തേണ്ടത്. അപ്പോൾ ഈ ഡയറക്ഷനാണ് പോസിറ്റീവ് ഡയറക്ഷൻ. പക്ഷെ സോഴ്സ് ഇങ്ങോട്ട് പോകുന്നു, അതുകൊണ്ട് അത് നെഗറ്റീവ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ VS നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ -72 km/h. അതിന് m/s ആക്കുക. 72 × 5/18. 72 × 1000/60 × 60 അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ -20 m/s എന്ന് കിട്ടും. ഫ്രീക്വൻസി ഓഫ് സൗണ്ട് 740 ഹെർട്സ്.
അപ്പോൾ ഈ വാല്യൂസ് നമ്മളിനി ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് VL 0 എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ സൗണ്ടിൻ്റെ വെലോസിറ്റി ഇവിടെ 350 എന്നാണ് തന്നേക്കുക. ഇതിന് മുമ്പത്തെ പ്രോബ്ലത്തിൽ അത് 348 ആയിരുന്നു. അതായത് സൗണ്ടിൻ്റെ വെലോസിറ്റി ടെമ്പറേച്ചർ മാറുന്നതൊക്കെ അനുസരിച്ച് മാറുന്നതാണ്. അപ്പോൾ പല ടെമ്പറേച്ചറിൽ പല സ്ഥലത്തുമൊക്കെ ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആകാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സൗണ്ടിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എയറിൻ്റെ ഹ്യൂമിഡിറ്റിക്കും ടെമ്പറേച്ചറിനും ഒക്കെ അനുസരിച്ച് വേരി ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് പല സ്ഥലത്ത് പല വാല്യൂസ് തരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 340 എന്നാണ് തന്നിരിക്കുക. അപ്പോൾ അതനുസരിച്ചാണ് കാൽക്കുലേഷൻസ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ അപ്പാരൻറ്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എടുക്കുക. ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു V മൈനസ് VL ബൈ V മൈനസ് VS. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ന്യൂ എത്രയാണ്? 740 ഇൻറ്റു വിയുടെ വാല്യൂ 350 മൈനസ് VL 0 ഡിവൈഡഡ് ബൈ V മൈനസ് VS 350 മൈനസ് VS മൈനസ് 20 ആണ്. അപ്പോൾ മൈനസ് 20. അപ്പോൾ ഇവിടെ പ്ലസ് ആകും. 350 പ്ലസ് 20 370 വരും. അപ്പോൾ 740 ഇൻറ്റു 350 ബൈ 370 അങ്ങനെ ചെയ്യണം. അപ്പോൾ 740 ബൈ 370 ചെയ്യുമ്പോൾ 2 വരും. 2 ഇൻറ്റു 350 700 ഹേർട്സ് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 740 ഹേർട്സിലുള്ള വിസിലായിരുന്നു, ഹോണായിരുന്നു. പക്ഷെ ലിസണറുടെ നിന്ന് ആ കാർ അകന്നു പോകുമ്പോൾ ലിസണർക്ക് ആ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി കുറയുന്നതായിട്ട് ഫ്രീക്വൻസി 740 ആയിരുന്ന 700 ആയിട്ട് കുറയുന്നു. ആ ഒരു പിച്ചിലാണ് അയാൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. എ പോലീസ് ജീപ്പ് ഈസ് അപ്രോച്ചിങ് എ സ്റ്റേഷനറി ഒബ്സർവർ അറ്റ് എ സ്പീഡ് ഓഫ് 90 km/h സൗണ്ടിങ് സൈറൻ. The pitch of the siren as heard by the observer is 480 m/s. Calculate the true pitch of the siren. Velocity of sound തന്നിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ജീപ്പ് സ്റ്റേഷനറി ഒബ്സർവറെ ഈ ഒരു സ്പീഡിൽ അപ്രോച്ച് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുക. അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം പിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിച്ച് ഓഫ് ദ സൈറൻ ആസ് ഹേർഡ് ബൈ ദ ഒബ്സർവർ എന്നാണ് പറഞ്ഞിരിക്കുക. അതായത് സൈഡിൽ നിൽക്കുന്ന ആൾക്ക് അനുഭവപ്പെടുന്ന അപ്പാരൻറ്റ് ഫ്രീക്വൻസിയാണ് നമുക്ക് തന്നിരിക്കുന്നത് 480. അപ്പോൾ അയാൾക്ക് കൂടി കേൾക്കും എന്നറിയാം. പിച്ച് കൂടുന്നതായിട്ടാണ് ഫീൽ ചെയ്യുക. ആ കൂടുന്നതായിട്ട് ഫീൽ ചെയ്ത് എന്നാൽ ആ ഫ്രീക്വൻസിയാണ് ഇവിടെ തന്നിരിക്കുക 480. കാൽക്കുലേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആക്ച്വൽ പിച്ചാണ്. സൈറൻ്റെ യഥാർത്ഥത്തിലുള്ള പിച്ച് എന്തായിരുന്നു, അതായത് രണ്ടുപേരും റെസ്റ്റിലായിരുന്നെങ്കിൽ ഉള്ള പിച്ച് എന്തായിരുന്നു, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെയും നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് സോഴ്സിൻ്റെ വെലോസിറ്റി VS 90 km/h അത് പോസിറ്റീവാണ്. കാരണം പോലീസ് ജീപ്പ് ഈസ് അപ്രോച്ചിങ് ദ ഒബ്സർവർ എന്നാണ്. അപ്പോൾ ജീപ്പാണ് സോഴ്സ്, ഒബ്സർവർ റെസ്റ്റിലാണ്. അപ്പോൾ സോഴ്സ് ലിസണറുടെ അടുത്തേക്കാണ് വരിക. സോഴ്സിൽ നിന്ന് ലിസണറിലേക്കുള്ള ഡയറക്ഷനാണ് പോസിറ്റീവ് ഡയറക്ഷൻ. സോഴ്സ് ലിസണറിലേക്ക് അടുത്ത് വരുന്നത് കൊണ്ട് അത് പോസിറ്റീവാണ്. 98 km/h അതിനെ m/s മാറ്റണം. അപ്പോൾ 90 × 100/60 × 60 അത് ചെയ്യുമ്പോഴാണ് 5/18 എന്ന് കിട്ടുക. 100/60 × 60 ചെയ്യുമ്പോൾ 5/18 കിട്ടും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 90 × 5/18 = 25 m/s. അതാണ് സോഴ്സിൻ്റെ വെലോസിറ്റി. സൗണ്ടിൻ്റെ വെലോസിറ്റി 350. പിന്നെ അപ്പാരൻറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ അനുഭവപ്പെടുന്ന ഫ്രീക്വൻസി, ഫീൽ ചെയ്യുന്ന ഫ്രീക്വൻസി 480. ലിസണറുടെ വെലോസിറ്റി 0. ആക്ച്വൽ പിച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അപ്പാരൻറ്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ അറിയാം. ന്യൂ ഡാഷ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു V മൈനസ് VL ബൈ V മൈനസ് VS. ഇതിൽ നിന്ന് ന്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ന്യൂ ഡാഷ് തന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂ കാണാനായിട്ട് ഉള്ളൊരു ഇക്വേഷൻ കിട്ടാൻ നമുക്ക് ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ V മൈനസ് VS ഉണ്ട്. അതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ ന്യൂ ഡാഷ് ഇൻറ്റു V മൈനസ് VS ഈക്വൽ ടു ന്യൂ ഇൻറ്റു V മൈനസ് VL എന്ന് കിട്ടും. ഇനി ന്യൂ മാത്രം കിട്ടണമെങ്കിൽ ഈ V മൈനസ് VLനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ ഇങ്ങനെയാകും. നിങ്ങളത് ബുക്കിൽ എഴുതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ന്യൂ ഈക്വൽ ടു ന്യൂ ഡാഷ് ഇൻറ്റു V മൈനസ് VS ബൈ V മൈനസ് VL. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ന്യൂ ഡാഷ് 480 ഇൻറ്റു V മൈനസ് VS 350 മൈനസ് 25 ബൈ 350 മൈനസ് 0. ആൻസർ 445.7. അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസിയാണ് ആക്ച്വൽ ഫ്രീക്വൻസി. ലിസണർക്ക് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നതാണ് 480 എന്നുള്ള ഫ്രീക്വൻസി.
ലിസണറുടെ അടുത്തേക്ക് സോഴ്സ് അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഫ്രീക്വൻസി കൂടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. അടുത്ത ഒരു ക്വസ്റ്റിനോടെ നോക്കാം. ദ പിച്ച് ഓഫ് ദ വിസിൽ ഓഫ് ആൻ എൻജിൻ അപ്പിയേഴ്സ് ടു ഡ്രോപ്പ് to 5/6 of the true value when it moves away from a stationary observer. Calculate the speed of the engine. ഇപ്പോൾ ഇവിടെ നമുക്ക് എൻജിൻ്റെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ എൻജിനിൽ നിന്ന് പുറപ്പെടുന്ന വിസിലിൻ്റെ ഫ്രീക്വൻസി അത് കേൾക്കുന്നയാൾക്ക് ആക്ച്വൽ ഫ്രീക്വൻസിയുടെ 5/6 ആയിട്ട് തോന്നുന്നു എന്നാണ് പറഞ്ഞിരിക്കുക. 5/6 ആയിട്ടെന്ന് പറഞ്ഞാൽ 1ൽ താഴെയാണ് റേഷ്യോ വരുന്നത്, അതായത് ഫ്രീക്വൻസി കുറയുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഇവിടെ നമ്മൾ കണ്ടു എൻജിൻ ഈസ് മൂവിങ് എവേ ഫ്രം ദ ഒബ്സർവറാണ്. അപ്പോൾ ഒബ്സർവർ റെസ്റ്റിലാണ്, ലിസണർ റെസ്റ്റിലാണ്. ഇപ്പോൾ VL നമുക്ക് 0 എന്ന് എഴുതാം. സൗണ്ടിൻ്റെ വെലോസിറ്റി 340 എന്നാണ് തന്നിരിക്കുക, അതെടുത്തെഴുതാം. സോഴ്സിൻ്റെ വെലോസിറ്റി നമുക്ക് തന്നിട്ടില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന കാര്യം the pitch of the whistle appears to drop to 5/6 of the true value എന്നാണ്. അതായത് അപ്പാരൻറ്റ് പിച്ച് ന്യൂ ഡാഷ് ആക്ച്വൽ പിച്ചിൻ്റെ 5/6 ആവുന്നു. അല്ലെങ്കിൽ അപ്പാരൻറ്റ് പിച്ചും ആക്ച്വൽ പിച്ചും തമ്മിലുള്ള ഒരു റേഷ്യോ എടുത്താൽ അത് 5/6 ഈക്വലാണ്. ഇതാണ് നമുക്കിവിടെ തന്നിരിക്കുന്ന മറ്റൊരു കാര്യം. ന്യൂ ഡാഷ് ബൈ ന്യൂ ഈക്വൽ ടു 5/6, അല്ലെങ്കിൽ ന്യൂ ഡാഷ് ഈക്വൽ ടു 5/6 ഓഫ് ന്യൂ, 5/6 ഇൻറ്റു ന്യൂ. അതിന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഈ വാല്യൂസാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് സോഴ്സിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കണം. നമ്മുടെ ഇക്വേഷൻ എന്താ? അപ്പാരൻറ്റ് ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ ന്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു V - VL ബൈ V - VS ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ന്യൂ ഡാഷ് ഇൻറ്റു V - VS ഈക്വൽ ടു ന്യൂ ഇൻറ്റു V - VL എന്ന് കിട്ടും. ഇതിൽ നമുക്ക് ന്യൂ ഈക്വൽ അല്ലെങ്കിൽ ന്യൂ ഡാഷ് ബൈ ന്യൂ എഴുതാം നേരെ തന്നെ. ന്യൂ ഡാഷ് ബൈ ന്യൂ എഴുതുമ്പോൾ V - VL ബൈ V - VS എന്ന് കിട്ടും. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് ന്യൂ ഡാഷ് ബൈ ന്യൂവിൻ്റെ വാല്യൂ തന്നെയാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. ന്യൂ ഡാഷ് ബൈ ന്യൂ ഈക്വൽ ടു ഈ ന്യൂ ഇങ്ങോട്ട് കൊണ്ടുവരിക. ന്യൂ ഡാഷ് ബൈ ന്യൂ ഈക്വൽ ടു V - VL ബൈ VS - VS. ഇതാണ് ഇക്വേഷൻ. ലെഫ്റ്റ് സൈഡിലെ ന്യൂ ഡാഷ് ബൈ ന്യൂവിൻ്റെ വാല്യൂ നമുക്കറിയാം 5/6. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈക്വൽ ടു വിയുടെ വാല്യൂ 340, VL 0. അപ്പോൾ 340 - 0 340 എന്ന് വരും. ബൈ 340 - VS ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് VSൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ 5 ഇൻറ്റു ഈ ഡിനോമിനേറ്റർ, ഇവിടെ 5 ന്യൂമറേറ്റർ ഇൻറ്റു ഇവിടുത്തെ ഡിനോമിനേറ്റർ 5 ഇൻറ്റു 340 - VS ഈക്വൽ ടു 6 ഇൻറ്റു 340. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക. ഇപ്പോൾ 5 ഇൻറ്റു 340 1700 മൈനസ് 5 ഇൻറ്റു VS 5 VS ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2040 കിട്ടും. ഇനി വാല്യൂ അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പോൾ -5 VS ഈക്വൽ ടു 240 മൈനസ് 1700 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 340. സോ വിൽ ഗെറ്റ് VS ഈക്വൽ ടു 340 മൈനസ് by -5 and that is equal to -68 meter per second. അപ്പോൾ ഇവിടെ നമുക്ക് സോഴ്സിൻ്റെ സ്പീഡ് 68 meter per second ആണ്. മൈനസ് സൈൻ എന്താ കാണിക്കുക? മൈനസ് സൈൻ കാണിക്കുന്നത് ഈ സോഴ്സ് ലിസണറിൽ നിന്ന് എവേ ആയിട്ട് അകന്നു പോകുന്നതായിട്ടാണ്. അല്ലെ സൗണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ് സോഴ്സിൻ്റെ ഡയറക്ഷൻ. സൗണ്ടിൻ്റെ ഡയറക്ഷൻ സോഴ്സിൽ നിന്ന് ലിസണറിലേക്കാണ്. അതിന് ഓപ്പോസിറ്റായിട്ട് ലിസണറിൽ നിന്ന് അകന്നു പോകുന്ന രീതിയിലാണ് സോഴ്സിൻ്റെ ഡയറക്ഷൻ എന്നാണ് ഈ മൈനസ് സൈൻ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തരാത്ത വാല്യൂവിൻ്റെ VS ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. അതിൻ്റെ ഡയറക്ഷൻ നോക്കി അങ്ങനെ എൻ്റെ സൈനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കണ്ടുപിടിച്ചാൽ മതി. നേരെ ഇക്വേഷനകത്ത് കൊടുത്ത് അപ്പോൾ നമുക്ക് അതിൻ്റെ സൈൻ കൂടി കിട്ടിക്കോളും. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ പ്രോബ്ലംസ് വരാം. ഈ ഡോപ്ലർ എഫക്റ്റിൽ നിന്ന് എപ്പോഴും ഒരു പ്രോബ്ലം വരാറുണ്ട്. അതുപോലെ ഡെറിവേഷനും ചോദിക്കാറുണ്ട് കേട്ടോ. പ്രോബ്ലംസ് കുറേയൊക്കെ ചെയ്ത് പഠിക്കണം. ഇനി ഇവിടെ നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ ഈ ഡോപ്ലർ എഫക്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് അല്ലേ. അതായത് ഒരു സൗണ്ട് പുറപ്പെടുന്നു, ആ സൗണ്ടിൻ്റെ പിച്ച് കേൾക്കുന്നയാൾക്ക് ഫീൽ ചെയ്യുന്ന പിച്ച് നമുക്ക് മെഷർ ചെയ്യാം. അതിൽ നിന്ന് ആ സൗണ്ട് പുറപ്പെടുവിക്കുന്ന സോഴ്സിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു.
ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഡെയിലി ലൈഫിൽ ഡോപ്ലർ എഫക്റ്റിൻ്റേതായിട്ടുണ്ട്. അതിലൊരു ആപ്ലിക്കേഷനാണ് ടു എസ്റ്റിമേറ്റ് ദ സ്പീഡ് ഓഫ് സബ്മെറൈൻസ് യൂസിങ് അൾട്രാസോണിക് സൗണ്ട്. ഇതിന് സോണാർ എന്ന ടെക്നിക്ക് നമ്മൾ പറയും. അൾട്രാസോണിക് സൗണ്ട്സ് ഉപയോഗിച്ച് കടലിനടിയിൽ കൂടി പോകുന്ന സബ്മെറൈൻസിൻ്റെ ഒക്കെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എങ്ങനെയാണ് ചെയ്യുന്നതെന്നറിയാമോ? ഇപ്പോൾ നമ്മളൊരു ഷിപ്പിലാണ്, ആ ഷിപ്പിൽ ഒരു ഹൈ ഫ്രീക്വൻസി ഉള്ള സൗണ്ട് പുറപ്പെടുവിക്കുന്ന ഒരു സോഴ്സ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഹൈ ഫ്രീക്വൻസി ഉള്ള അൾട്രാസോണിക് സൗണ്ട്സ് നമ്മുടെ ഷിപ്പിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് അത് സെൻഡ് ചെയ്യുന്നു. അത് ഈ കടലിനകത്തോട് വെള്ളത്തിൽ കൂടിയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്ത് കടലിനടിത്തട്ടിലേക്കൊക്കെ പോകുന്നു. അവിടെയുള്ള സബ്മെറൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവയിൽ തട്ടിയിട്ട് ഈ സൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സൗണ്ടിൻ്റെ പിച്ച് തിരിച്ച് നമ്മുടെ ഷിപ്പിലെത്തുമ്പോൾ ഈ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സൗണ്ടിൻ്റെ പിച്ച് നമ്മൾ മെഷർ ചെയ്യും. അതിനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമ്മുടെ ഷിപ്പിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ റിഫ്ലക്റ്റഡ് സൗണ്ടിൻ്റെ പിച്ച് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ സെൻഡ് ചെയ്ത സിഗ്നലിൻ്റെ പിച്ചിൽ നിന്ന് വേരിയേഷൻ ഉണ്ടാകും. ആ വേരിയേഷൻ നോക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് ഈ സൗണ്ട് എവിടെ തട്ടിയാണോ റിഫ്ലക്റ്റ് ചെയ്ത് വന്നത്, ആ സോഴ്സ് റിഫ്ലക്റ്റ് ചെയ്ത് വന്ന അത് ഏത് സോഴ്സ് ഏത് ഒബ്ജക്റ്റ് തട്ടിയിട്ടാണോ ഏത് സബ്മറൈനിൽ തട്ടിയിട്ടാണോ അതിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തിരി മുമ്പ് നമ്മൾ ചെയ്ത പ്രോബ്ലത്തിനോട് സിമിലർ ആയിട്ടുള്ള രീതിയിൽ. അതുപോലെ എയറോപ്ലെയിൻസിൻ്റെയും ഓട്ടോമൊബൈൽസിൻ്റെയും ഒക്കെ ഇപ്പോൾ നമ്മൾ ഇത്തിരി മുമ്പ് ഓട്ടോമൊബൈലിൻ്റെ സ്പീഡാണ് ആ രീതിയിൽ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ എയറോപ്ലെയിൻ്റെ ഒക്കെ സ്പീഡും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എയറോപ്ലെയിൻസിൻ്റെ ഒക്കെ സ്പീഡ് മെഷർ ചെയ്യാനായിട്ട് നമ്മളവിടെ ഷോർട്ട് റേഡിയോ വേവ്സ് ആണ് യൂസ് ചെയ്യുക. വേവ് ലെങ്ത് കുറഞ്ഞ റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ് എന്നൊക്കെ പറയുന്ന വേവ്സ് ആണ് യൂസ് ചെയ്യുക. റഡാർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ഈ ടെക്നിക്കാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ റേഡിയോ വേവ്സ് സെൻഡ് ചെയ്യുന്നു. അത് ശത്രുക്കളുടെയൊക്കെ എയറോപ്ലെയിൻസ് ഒക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊക്കെ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരും. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്ന ആ സൗണ്ടിൻ്റെ പിച്ച് നമ്മൾ മെഷർ ചെയ്യും. ആ പിച്ചിലുള്ള വേരിയേഷനും നമ്മൾ അയച്ച പിച്ചും തമ്മിലുള്ള വേരിയേഷൻ മെഷർ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ഈ വേവ് തട്ടി തിരിച്ചു വന്ന എയറോപ്ലെയിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിനെയൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിൽ റേഡിയോ വേവ്സ് പുറപ്പെടുവിക്കാനുള്ള സോഴ്സ് ഉണ്ടാകും. അപ്പോൾ അവ ചില പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള റേഡിയോ വേവ്സിനെ എമിറ്റ് ചെയ്യും. ഈ റേഡിയോ വേവ്സിനെ നമ്മുടെ എർത്തിലുള്ള ഒരു ട്രാക്കിംഗ് സ്റ്റേഷൻ റിസീവ് ചെയ്യും. അങ്ങനെ റിസീവ് ചെയ്യുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എർത്ത് സ്റ്റേഷനിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഫ്രീക്വൻസി ഈ സെൻഡ് ചെയ്യുന്ന ആക്ച്വൽ ഫ്രീക്വൻസിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ നമ്മൾ റിസീവ് ചെയ്യുന്ന സിഗ്നലിൻ്റെ നമ്മൾ റിസീവ് ചെയ്യുമ്പോഴുള്ള ഫ്രീക്വൻസിയും ഇതിൻ്റെ ആക്ച്വൽ ഫ്രീക്വൻസിയും തമ്മിലുള്ള വേരിയേഷൻ പഠിച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഈ സാറ്റലൈറ്റിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഒക്കെ. അതുപോലെ സണ്ണിൻ്റെ റൊട്ടേഷനും അതിൻ്റെ റൊട്ടേഷണൽ സ്പീഡും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും നമ്മൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സണ്ണിൻ്റെ ഈസ്റ്റേൺ സൈഡിൽ നിന്നും വെസ്റ്റേൺ സൈഡിൽ നിന്നും വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി തമ്മിൽ ചെറിയ വേരിയേഷനുണ്ട്. ആ ഫ്രീക്വൻസിയിലുള്ള വേരിയേഷന് കാരണം എർത്തിൻ്റെ റൊട്ടേഷൻ സ്പീഡാണ്. അപ്പോൾ ഈസ്റ്റേൺ സൈഡും വെസ്റ്റേൺ സൈഡും തമ്മിലുള്ള ഫ്രീക്വൻസിയിലുള്ള വേരിയേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സൺ ഈസ് റൊട്ടേറ്റിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 2 km/s എന്നാണ്. പക്ഷേ നോർത്തേൺ സൈഡിൽ നിന്നും സൗത്തേൺ സൈഡിൽ നിന്നും വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയിൽ വ്യത്യാസമില്ല. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുക അവിടുന്ന് ആ ഒരു ഡയറക്ഷനിൽ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ എർത്ത് സണ്ണ് റൊട്ടേറ്റ് ചെയ്യുന്നില്ല എന്നാണ്. പക്ഷേ വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷനിൽ സണ്ണ് 2 km/s സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദ നോർത്ത് സൗത്ത് ആക്സിസ്. ഇത്രയും കാര്യങ്ങളൊക്കെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് നമുക്ക് സണ്ണിനെ കുറിച്ചുള്ള സ്റ്റഡിയിൽ നിന്ന് സാധിക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഡോപ്ലർ എഫക്റ്റ്. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് ഓരോന്നൊന്നും മനസ്സിലാക്കി പഠിക്കണം. അതുപോലെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാം. ഡോപ്ലർ എഫക്റ്റ് എന്താണെന്നും അതിൻ്റെ ഡെഫിനിഷനും അതുപോലെ അപ്പാരൻറ്റ് ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ്റെ ഡെറിവേഷനും നിങ്ങൾ പഠിച്ചു വെക്കണം. അത്രയേ ഉള്ളൂ ഈ ടോപ്പിക്ക്. താങ്ക് യു.